Konnichiwa minasan, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദി ബിഗിനിങ് ആഫ്റ്റർ ദ എൻഡിൻ്റെ എപ്പിസോഡ് 4 ആണ്, സീസൺ 2ൻ്റെ. ഗൈസ്, എനിക്കറിയാം കുറച്ചധികം ദിവസങ്ങളായി ഞാൻ വീഡിയോസൊക്കെ പ്രോപ്പർലി ഒന്നിട്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാൻ ഡെയിലി വീഡിയോസ് ഇടുന്ന ഒരാളായിരുന്നു. പക്ഷേ കുറച്ചധികം തിരക്കുകളും കുറച്ചധികം പ്രശ്നങ്ങളും ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ദിവസങ്ങളായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും പ്രോപ്പർലി ഇടാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഇനി അങ്ങനെയല്ല, ഇനി നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. സോ എല്ലാവരുടെയും സപ്പോർട്ട് വേണമെന്ന് ഞാൻ പറയുവാണ്. കുറച്ചധികം ദിവസങ്ങളായി വീഡിയോ ഇടാത്തതുകൊണ്ട് നല്ല മടിയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിനി പഴയ ഒരു എനർജി കിട്ടത്തുള്ളൂ. സോ എല്ലാവരും കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നേരെ വീട്ടിലേക്ക് കിടക്കുവാണ്. അങ്ങനെ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് നമുക്ക് നമ്മുടെ ബ്രാളിനെ കാണാൻ സാധിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ വേദന കൊണ്ട് കിടന്ന് കരയുവാണ്. കാര്യം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് നമ്മുടെ ബ്രാളിൻ്റെ കൈ നഷ്ടപ്പെടുത്തുന്നത്. ഈ ടൈമിലായിട്ട് ആർത്തർ ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഒരു സ്ഥലത്ത് മാറി ഇരിക്കുമായിരുന്നു. പെട്ടെന്ന് ക്രിയോൾ അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ കയ്യിലായിട്ട് 2 സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു. അതിലൊന്ന് നമ്മുടെ ആർത്തറിന് കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് പറയുകയും ചെയ്യും, ഇതിൻ്റെ ഭാര്യ എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരു റെസിപ്പിയാണ്, നീ കഴിച്ചു നോക്ക്, നിനക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ആർത്തറായിട്ട് അത് കഴിക്കുന്നുണ്ട്. അവനായിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്ത് എന്നിട്ട് അവൻ പറയുകയും ചെയ്യും, നീ ശരിക്കും ഭാഗ്യവാനാണ്, നിൻ്റെ ഫിയാൻസിക്ക് ഇത്ര നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയാമല്ലേ, എന്തായാലും ഞാൻ തിരക്കിയെന്ന് പറഞ്ഞേക്ക്. ഇത് കേൾക്കാനത്ത് ചിരിച്ചുകൊണ്ട് നമ്മുടെ ക്രിയോൾ പറയുന്നുണ്ട്, ഞാൻ തീർച്ചയായും പറഞ്ഞേക്കാം. പെട്ടെന്നാണ് അവരൊരു ശബ്ദം കേട്ട് അങ്ങോട്ട് നോക്കുന്നത്. സംഭവം വേറൊന്നുമല്ല, ലൂക്കസും ബ്രാൾഡും കൂടെ കിടന്ന് വഴക്കിട്ടുകൊണ്ടിരിക്കുവാണ്. ലൂക്കസ് പറയുന്നുണ്ട്, നീ എന്ത് കോപ്പാണി പറയുന്നത്, ഞാൻ നിൻ്റെ കൂടെ ചേർന്നതിന് ഒറ്റൊരു റീസൺ മാത്രമേ ഉള്ളൂ, അതൊരു നീ ഒരു AA ക്ലാസ് മേജ് ആയതുകൊണ്ട് മാത്രമാണ്. ഇപ്പം നോക്കിയേ, നിനക്കൊരു കൈയുമില്ല, കൂട്ടത്തിലുള്ള എമിറ്ററും മരിച്ചുപോയി. ഇത് കേൾക്കാനത്ത് ബ്രാൾഡിനും ദേഷ്യം വരും. എന്നിട്ട് അവനും പറയുന്നുണ്ട്, നോട്ട് എങ്ങനെ നിന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ട് ലൂക്കസിൻ്റെ നേരെ ദേഷ്യപ്പെടുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ആർത്തർ AKA നോട്ട് അവിടേക്ക് പതുക്കെ നടന്നു വരും. എന്നിട്ട് പറയുന്നുണ്ട്, മതി ലൂക്കസ്, മര്യാദക്ക് അവിടെ മാറാൻ നോക്ക്, എന്താണെന്ന് ചോദിച്ചുകൊണ്ട് നേരെ നോട്ടിൻ്റെ നേരെ അവൻ ചെല്ലുന്നുണ്ട്. നീ ഒരു അജൂമിനേറ്ററാണ്, അതൊരു ഓറഞ്ച് കോർ, നീ ഏത് കോപ്പാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല, നീ ഇനി യെല്ലോ കോർ ആണെങ്കിലും സിൽവർ കോർ ആണെങ്കിലും ഇനി ദൈവമാണെങ്കിലും എനിക്കൊരു കോപ്പമില്ല, കറൻ്റ്ലി നീ ഞങ്ങൾക്ക് ഒരു ലയബിലിറ്റിയാണ് ലൂക്കസ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ലൂക്കസിനെ നേരെ ആർത്തർ ചെല്ലുന്നുണ്ട്. ഇത് കേൾക്കാൻ നേരത്ത് അവന് ദേഷ്യം വന്നിട്ട് നമ്മുടെ ആർത്തറിനെ തട്ടിയിട്ട് അവനോടൊന്ന് പോവുകയും ചെയ്യും. ബ്രാൾ, നീ തന്നെ പറ, ഇനി നമ്മൾ മുന്നോട്ട് പോകണോ വേണ്ടയോ? റെജിനാൾഡിൻ്റെ കൈക്ക് ചെറിയ കുഴപ്പമുണ്ടെങ്കിലും അവന് വലിയ പ്രശ്നമൊന്നുമില്ല, പിന്നെ ആകെപ്പാടുള്ളത് നിൻ്റെ കാര്യം മാത്രമാണ്. സോ നീ എന്ത് പറയുന്നു, നമ്മൾ ഇനി മുന്നോട്ട് പോകണോ വേണ്ടേ? ഞാൻ എന്തായാലും മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഇനി ഇത് തീർത്ത് കണ്ടിട്ടേ ഞാൻ ഇവിടുന്ന് ഇറങ്ങത്തുള്ളൂ. ഞാനൊരു AA ക്ലാസ് അജൂമിനേറ്ററാണ്, ഞാൻ എന്തായാലും നിങ്ങളാരും പിന്നോട്ട് വലിക്കത്തില്ല. പക്ഷേ ഇനി എന്തായാലും എനിക്ക് ഈ ഗ്രൂപ്പിനെ മുന്നോട്ട് നയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നീ തന്നെ നയിക്കണം, കാര്യം നിനക്ക് നാച്ചുറലായിട്ട് ആ എബിലിറ്റി ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഈ സമയത്ത് ആർത്തർ ബാക്കിയുള്ളവരെ നോക്കുന്നുണ്ട്. അവരായിട്ട് സമ്മതിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആർത്തർ സമ്മതിക്കുകയും ചെയ്യും. എനിക്കൊരു കാര്യം ചെയ്യും, 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ നേരെ ഇനിയും മുന്നോട്ട് പോകാൻ പോകുവാണ്. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം അവർ വീണ്ടും നടക്കാൻ ആരംഭിച്ചു. പക്ഷേ ഇത്തവണ ചെറിയ ഡിഫറൻറ്റ് ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് അവർ വന്ന പോലെ അല്ലായിരുന്നു, അതായത് നമ്മുടെ ബ്രാൾഡ് വന്ന പോലെ അല്ലായിരുന്നു. ഡഞ്ചൻ വീണ്ടും മാറിയിട്ടുണ്ട്. അവിടെയായിട്ട് ഒരു ഗേറ്റ് പോലത്തെ ഒരു സാധനം അപ്പിയർ ആയിട്ടുണ്ട്. ഒരു ടണൽ ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ റിജിനൽ പറയുകയും ചെയ്യും, ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്നാലും തുറന്നു നോക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ പവർ യൂസ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ ആ ഗേറ്റിനെ അറ്റാക്ക് ചെയ്യുവാണ്. പക്ഷേ പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിച്ചില്ല. ആൻഡ് നെക്സ്റ്റ് ടൈം ജാസ്മിനും അവനും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അവർ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. ആ ഒരു അറ്റാക്ക് ഭയങ്കരധികം മാസീവ് ഉള്ള അറ്റാക്കായിരുന്നു. അത് കാരണം തന്നെ അത് തുറയുകയും ചെയ്തു. പക്ഷേ അവർ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. കാര്യം അത് മറ്റൊരു ലോകം പോലെ തന്നെയായിരുന്നു. മറ്റൊരു വലിയൊരു വിശാലമായ ഒരു ലോകം, അത് വലിയൊരു കേവായിരുന്നു. ഈ സമയത്ത് അവരെല്ലാവരും അതിനകത്തേക്ക് കയറുകയും ചെയ്യും. അത് കാണുന്നത് കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ആയതുകൊണ്ട് തന്നെ അവരെല്ലാവരും റെസ്റ്റ് എടുക്കാൻ പറയുകയും ചെയ്യും. ആ സമയത്ത് ആർത്തർ പറയുന്നുണ്ട്, നമ്മൾ എന്തായാലും തൽക്കാലം ഇപ്പോൾ റെസ്റ്റ് എടുക്കുന്നില്ല, നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. കാര്യം ആർത്തറിന് എന്തോന്നും മനസ്സിൽ തട്ടുന്നുണ്ടായിരുന്നു. ഈ സ്ഥലത്തിനെ പറ്റി അവന് എന്തോ ഒരു പ്രശ്നം തോന്നുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് നമ്മുടെ ക്രിയോൾ പറയുകയും ചെയ്യും, അതെന്താടാ, ഇത് കണ്ടില്ലേ, ഇത് നല്ല സ്ഥലമല്ലേ, പക്ഷേ വേണ്ട, നമുക്കിനിയും മുന്നോട്ട് പോകാം. അങ്ങനെ അവർ വീണ്ടും മുന്നോട്ട് പോകുവാണ്. പക്ഷേ ആർത്തറിൻ്റെ മനസ്സിൽ നിന്ന് അത് മാത്രം പോകുന്നില്ല, എന്തോ ഒന്ന് അവൻ വല്ലാണ്ട് അലട്ടുന്നുണ്ടായിരുന്നു ഈ സ്ഥലത്തിനെ പറ്റി. പെട്ടെന്നാണ് ജാസ്മിൻ ആ ഒരു കാര്യം ശ്രദ്ധിച്ചത്. പുള്ളിക്കാരി നോക്കാൻ നേരത്ത് മുമ്പിൽ നിന്ന് ആരോ ഒരാൾ നടന്നു വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവളെ നോക്കി ചിരിക്കുകയും ചെയ്യും. ഇത് കാണുന്ന നേരത്ത് ജാസ്മിൻ ശരിക്കും ഞെട്ടിത്തെറിച്ചു പോകും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ക്രിയോളിനെയാണ്. പുള്ളിക്കാരൻ്റെ ആകെപ്പാട് മറ്റൊരു ഏതൊരു സ്ഥലത്തെത്തിയ പോലെയാണ്. ക്ലാര, അത് നീ തന്നെയല്ലേ? ക്ലാര എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നേരെ ഒരു സ്ഥലത്തേക്ക് ഓടുവാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്മോക്കിൻ്റെ ഇടയിലേക്ക് അവൻ ഓടി മാഞ്ഞു പോകും. ക്രിയോളിൻ്റെ പുറകെ നമ്മുടെ ആർത്തർ പോകാൻ പോയപ്പോഴാണ് പെട്ടെന്ന് ജാസ്മിൻ അവനെ കയറി പിടിക്കുന്നത്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും ഇല്യൂഷൻ കാണുവാണെന്നാണ്. ഈ സമയത്താണ് ആർത്തറിന് ആ ഒരു കാര്യം മനസ്സിലായത്. അങ്ങനെ അടുത്ത സെക്കൻഡിൽ തന്നെ നമ്മുടെ സമന്തയോട് പറയുന്നുണ്ട്, സമന്ത എത്രയും പെട്ടെന്ന് ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ അവളായിട്ട് ഒരു വലിയൊരു ബാരിയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും സേഫാണ്. ആ ടൈമിൽ സമന്ത ചോദിക്കുന്നുണ്ട്, അല്ല ആരാണ് ഈ ക്ലാര?
ക്ലാര എന്ന് പറയുന്നത് ക്രിയോളിൻ്റെ ഫിയാൻസിയാണ്. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവൻ ക്ലാരയെ കണ്ടിട്ടില്ല. കാര്യം അവൾ മരിക്കുന്നത് ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. അവളൊരു ഡഞ്ചനിൽ വെച്ച് കൊല്ലപ്പെട്ടിരുന്നു. എൻ്റെ ഈ സമയത്ത് നമ്മുടെ റെജിനാൾഡ് പറയുന്നുണ്ട് നമുക്ക് എങ്ങനെ പോയാലും ക്രിയോളിനെ കണ്ടുപിടിക്കണം. എന്നാൽ നമ്മുടെ ലൂക്കസിന് ഇതൊന്നും അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല. അവൻ ചോദിക്കുന്നുണ്ട് നീയൊക്കെ ശരിക്കും അഡ്വഞ്ചേഴ്സ് ആണോ എന്ന്. ആൻഡ് ഈ ടൈമിൽ നമ്മുടെ ജാസ്മിൻ എടുക്കെ എന്നോട്ട് ചോദിക്കുന്നുണ്ട് അല്ല നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട്? കുഴപ്പമൊന്നുമില്ല. പിന്നെ നീ എന്തെങ്കിലും കണ്ടോ? ഞാൻ ഒരാളെ കണ്ടു. കൃത്യമായി പറഞ്ഞാൽ എൻ്റെ അച്ഛനെ തന്നെ. അദ്ദേഹം എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് എന്നോട് അവിടേക്ക് വരാൻ പറഞ്ഞു. ഈ ടൈമിൽ ആർത്തർ പറയുന്നുണ്ട് നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ എന്തായാലും നിൻ്റെ കൂടെയില്ലേ. അല്ല നിനക്ക് ഈ മിസ്റ്റ് കളയാൻ പറ്റുന്ന എന്തെങ്കിലും തരത്തിലുള്ള അറ്റാക്ക് ഉണ്ടോ? അത് ഞാനിപ്പോൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി തൻ്റെ വെപ്പണൊക്കെ മാറ്റിയിട്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യും. ആ ഒരു അറ്റാക്കിൻ്റെ പവർ കാരണം തന്നെ ആ ചുറ്റിനുണ്ടായിരുന്ന ഫുൾ മിസ്റ്റ് തന്നെ അവളവിടെ ബ്ലോ ചെയ്ത് കളയുന്നുണ്ട്. എന്നാൽ ആ ഒരു മിസ്റ്റ് പോയതിനു ശേഷം അവർ ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയി. കാര്യം കണ്ണെത്താ ദൂരത്തോളം അവിടെ ഫുള്ള് വള്ളികളായിരുന്നു, കാട്ടുവള്ളികൾ പോലെ. ഈ സമയത്ത് ആർത്തറും ശരിക്കും ഞെട്ടിപ്പോയി. അല്ല ഇതൊക്കെ എപ്പോഴാണ് ഇവിടെ വന്നത്? ജാസ്മിൻ്റെ അറ്റാക്ക് കൊണ്ട് അതിനൊന്നും പറ്റിയത് പോലും ഇല്ലല്ലോ. അടുത്ത സെക്കൻഡ് തന്നെ ലൂക്കസിനൊക്കെ അവൻ പറയുന്നുണ്ട് ലൂക്കസ് ഒരു അറ്റാക്ക് ചെയ്യും. ആ സമയത്ത് ലൂക്കസ് പറയുന്നുണ്ട് നീ എന്നോട് പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് ലൂക്കസ് ഒരു അറ്റാക്ക് ചെയ്ത് അത് നശിപ്പിക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ അത് റീജനറേറ്റ് ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ ലൂക്കസിൻ്റെ അറ്റാക്കിന് അതിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. അടുത്ത സെക്കൻഡ് തന്നെ റെജിനാൾഡ് ഒരു വലിയൊരു സ്പെല്ല് ക്രിയേറ്റ് ചെയ്യും. റെജിനാൾഡ് അത്യാവശ്യം നല്ലൊരു ഡിഫൻസ് പൊസിഷൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ബ്രാൾഡും ജാസ്മിനും ആർത്തറും കൂടെ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ 3 പേരും കൂടെ അതിനെ അറ്റാക്ക് ചെയ്യുവാണ്. പക്ഷേ ഈ ടൈമിൽ നമ്മുടെ നോട്ടിന് അഥവാ ആർത്തറിന് ഒരു കാര്യം മനസ്സിലായി, നോർമൽ അറ്റാക്സ് കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ കുറച്ചുകൂടെ മാന പോസ്റ്റ് ചെയ്ത് ഒരു അറ്റാക്ക് ചെയ്യും. ആ ഒരു അറ്റാക്ക് കൊണ്ട് അത് റീജനറേറ്റ് ചെയ്യുന്നില്ല. ഈ ടൈമിൽ ബാക്കിയുള്ളവരെ നോക്കാൻ നിർത്താണ് നമ്മുടെ ബ്രാൾഡിൻ്റെ കാര്യം അവൻ ശ്രദ്ധിക്കുന്നത്. ബ്രാൾഡാട്ടെ ഫുള്ളി കൺട്രോൾ പോയി കിടക്കുവാണ്. പുള്ളിക്കാരൻ്റെ ഒരു അജൂമിനേറ്റർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഭ്രാന്തി പിടിച്ചാണ് അവിടെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ടൈമിൽ ജാസ്മിനായിട്ട് പ്രോപ്പറായിട്ട് തന്നെ അവിടെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രാൾഡിൻ്റെ അടുത്തേക്ക് നമ്മുടെ ആർത്തർ പോകാൻ തീരുമാനിച്ചു. എന്നാൽ ഈ ടൈമിൽ പെട്ടെന്ന് ആ വൈൻസ് എല്ലാം കൂടെ നമ്മുടെ ബ്രാൾഡിനെ പിടിച്ച് കെട്ടുകയും ചെയ്യും. എന്നാൽ കറക്റ്റ് ടൈമിൽ തന്നെ ആർത്തർ അവിടേക്ക് വന്നുകൊണ്ട് മാത്രം നമ്മുടെ ബ്രാൾഡിനെ രക്ഷിക്കാനും കഴിഞ്ഞു. ബ്രാൾഡ് നിനക്ക് വല്ല വട്ടായോ? നീ എന്നെ മരിക്കാൻ തീരുമാനിച്ചിരിക്കുവാണോ? ഈ ടീമിന് നിന്നെ ഇനിയും ആവശ്യമുള്ള കാര്യം നീ മറക്കണ്ട. ഈ ടൈമിലൂടെ ലൂക്കസ് ഒരു മാസീവ് വളരെ സ്പെല്ല് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് വലിയൊരു തോതിൽ തന്നെ അതിനെല്ലാം അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ടൈമിൽ പെട്ടെന്നായിരുന്നു. എന്നാൽ കറക്റ്റ് സമയത്ത് ബ്രാൾഡ് അവിടേക്ക് വന്ന് അവനെ രക്ഷിക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ ഏജിയുടെ ഒരു വലിയൊരു അറ്റാക്ക് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു അറ്റാക്ക് എല്ലാം കൂടെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഈ ടൈമിൽ സമന്തമായിട്ട് ഒരു വലിയൊരു അറ്റാക്കിന് വേണ്ടി പ്രിപ്പയർ ആയിട്ട് നിൽക്കുവാണ്. പുള്ളിക്കാരായിട്ട് ആ വൈൻസിൻ്റെ അകത്തു നിന്നുള്ള വെള്ളത്തിനൊക്കെ പുറത്തേക്ക് ശേഖരിക്കും. അതുകൊണ്ട് തന്നെ ആ വൈൻസൊക്കെ പെട്ടെന്ന് ഉണങ്ങിപ്പോകുകയും ചെയ്യും. എന്നാൽ മാസീവ് വളരെ അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ സമന്ത പെട്ടെന്ന് ക്ഷീണിക്കുകയും ചെയ്യും. അതിന് ഈ ടൈമിൽ അവർ പ്രോപ്പറായിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ആ ഫോഗ് എല്ലാം കൂടെ ഈ വൈൻസിൻ്റെ അടുത്തേക്ക് വരുന്നത്. എന്നാൽ ഈ ഫോഗ് അടുത്ത് വന്നപ്പോൾ തന്നെ ആ വൈൻസ് വീണ്ടും റീജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. ആർത്തറിന് മനസ്സിലായി ഈ ഒരു മിസ്റ്റാണ് പ്രശ്നമുണ്ട്. അന്ന് തന്നെ അടുത്ത സെക്കൻഡ് തന്നെ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതൊക്കെ എല്ലാം മാറ്റാൻ വേണ്ടിയുള്ളൊരു സാധനം ഒന്ന് പറയാൻ നേരത്താണ് അവൻ ശരിക്കും അവരുടെ മുഖം കണ്ട് ഞെട്ടിയത്. കാര്യം അവരെന്തോ കണ്ട് സർപ്രൈസ് ആയിട്ട് നിൽക്കുന്ന പോലെയാണ്. ആർത്തറായിട്ട് പതുക്കെ തിരിഞ്ഞ് മുകളിലേക്ക് നോക്കുന്നുണ്ട്. അവനും ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയി. കാര്യം അത്രത്തോളം മാസീവായുള്ള ഒരു വലിയൊരു മോൺസ്റ്റർ ആയിരുന്നു ഇപ്പോൾ നമ്മുടെ ആർത്തറിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. ആർത്തറിൻ്റെ ഉള്ള ധൈര്യം കൈവിട്ടു പോയി എന്ന് തന്നെ പറയാം. അവൻ്റെ വെപ്പൺ വരെ അവൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു. കാര്യം അത്രത്തോളം ഭയാനകമായ ഒരു മോൺസ്റ്റർ ആയിരുന്നു. സമന്തയായിട്ട് താഴെ വീണ് അവൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. ഞാനിതെല്ലാം ബുക്കിൽ മാത്രമേ വായിച്ചിട്ടുള്ളൂ. അതൊരു എൽഡർവുഡ് ഗാർഡിയൻ അല്ലേ എന്ന് പറയാൻ നേരത്ത് നമ്മുടെ ബ്രാൾഡിനെ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞു ശരിക്കും ദൈവം പറയുന്നത് നമ്മൾ ആരും ഇവിടുന്ന് ജീവനോടെ തിരിച്ചു പോകാൻ പാടില്ല എന്നാണല്ലേ. തന്നെ മനസ്സിലായി ബ്രാൾഡിൻ്റെ കയ്യിൽ നിന്ന് പോയെന്ന്. എന്നാൽ ഈ ടൈമിലാണ് റെജിനാൾഡ് ശരിക്കും ഞെട്ടിത്തരിച്ച് നിന്നപ്പോൾ അവനൊരു കാര്യം ശ്രദ്ധിച്ചത്. അതൊരു എസ് ക്ലാസ് മാന ബീസ്റ്റ് ആണെങ്കിൽ കൂടിയും അത് മറ്റാരുമല്ലായിരുന്നു. ഈ ബീസ്റ്റിൻ്റെ നെഞ്ചത്ത് നിൽക്കുന്നത് നമ്മുടെ ക്രിയോളായിരുന്നു. ക്രിയോളയുടെ കംപ്ലീറ്റ്ലി മരിച്ചില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലായിരുന്നു. പുള്ളിക്കാരന് എന്താണ് സത്യം എന്താണ് റിയാലിറ്റി എന്ന് മനസ്സിലാകാത്ത ഒരവസ്ഥയിലായിരുന്നു. ഇത് കാണുന്ന എല്ലാവരും ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ക്രിയോളുടെ ശക്തിയാണ് ആ ഒരു സംഭവം ഇപ്പോൾ ഊറ്റി എടുത്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത സെക്കൻഡിൽ തന്നെ ആ ഒരു മോൺസ്റ്റർ ഇവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരും. പക്ഷേ ഇത് കാണുന്ന റെജിനാൾഡ് ദേഷ്യം വരെ പുള്ളിക്കാരെ മാസീവ് ഉള്ള ഒരു പവർ അപ്പ് ചെയ്യുകയും ചെയ്യും. ഈ ടൈമിൽ തന്നെ ബാക്കി
ബാക്കിയുള്ളവരെല്ലാവരും നമ്മുടെ റെജിനാൾഡ് കാരണം തന്നെ തെറിച്ച് പോവുകയും ചെയ്യും. എന്നിട്ട് പുള്ളിക്കാരൻ്റെ പവർ കൊണ്ട് പുള്ളിക്കാരൻ ഒരു ബാരിയർ പോലെ പുള്ളിക്കാരൻ്റെ ശരീരത്തിന് ചുറ്റും ക്രിയേറ്റ് ചെയ്യും. ഈ ടൈമിലാട്ടെ ആ ഒരു എൽഡർവുഡ് ഗാർഡിയനായിട്ട് ഇവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. എജി അത് ബ്ലോക്ക് ചെയ്യണമെന്ന് പറയുന്നിടത്ത് പുള്ളിക്കാരൻ മാസീവായുള്ള ഒരു ഡിഫൻസ് അവിടെ ക്രിയേറ്റ് ചെയ്ത് അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഈ ടൈമിൽ ജാസ്മിനായിട്ട് നല്ല ആർത്തറിനെ വന്നിട്ട് പിടിച്ചിട്ട് പറയുകയും ചെയ്യും, ആർത്തർ നമുക്ക് ഇവിടുന്ന് പോകണം, നമുക്കിനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല. അപ്പോൾ അവരോ ഈ ടൈമിലായിട്ട് എജിയുടെ മൂക്കിൽ നിന്നൊക്കെ ചോര വരുന്നുണ്ടായ കാര്യം അത്രത്തോളം മാസീവുള്ള സ്പെല്ലാണ് പുള്ളിക്കാരൻ ക്രിയേറ്റ് ചെയ്തത്. അവൻ പറയുന്നുണ്ട്, ഞാൻ അവർക്ക് വാക്ക് കൊടുത്തതാണ്, ഞാൻ നിന്റെ ഫാമിലിക്ക് വാക്ക് കൊടുത്തതാണ്, ഞാൻ നിന്നെ ഉറപ്പായിട്ട് ജീവനോടെ ഇവിടുന്ന് തിരിച്ചെത്തിക്കുമെന്ന്. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ ഈ ടൈമിൽ ആർത്തർ പറയുന്നുണ്ട്, എനിക്കറിയാം നീ വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന്. നെക്സ്റ്റ് സെക്കൻഡിൽ നമ്മുടെ റെജിനാൾഡാട്ടെ ആ ഒരു അറ്റാക്കിൻ്റെ സൈഡിൽ കൂടെ ഡോഡ്ജ് ചെയ്തുകൊണ്ട് നേരെ ആ ഒരു വലിയൊരു ട്രീനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. അവൻ കടന്ന് കാറുന്നുണ്ട്, നിന്നെ ഞാൻ കാണിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട്. ആ ടൈമിൽ ആർത്തർ പറയുകയും ചെയ്യും, പക്ഷേ എനിക്ക് ഇവരെയും ചുമ്മാ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയാൻ നേരത്താണ് അടുത്തൊരു അറ്റാക്ക് നേരെ വരുന്നത്. ആൻഡ് അറ്റാക്ക് നമ്മൾ റെജിനാൾഡുടെ ഭാഗത്തു നിന്നായിരുന്നു. അവനാട്ടെ ആ ഒരു ട്രീൻ്റെ ആ ഒരു കൈ ആ ഒരു ചെറിയൊരു ഭാഗം തന്നെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്നാൽ പെട്ടെന്ന് ആ വൈൻസ് എല്ലാം കൂടെ അവനെ കൂട്ടിപ്പിടിക്കുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ ബാക്കിയുള്ളവരെ ആ ഒരു ട്രീ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ആ ഒരു വലിയൊരു മോൺസ്റ്റർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവർ കഷ്ടിച്ചാണ് അതിൽ നിന്നൊക്കെ ഡോഡ്ജ് ചെയ്ത് മാറുന്നത്. താഴെ വീണിടുന്ന നമ്മുടെ സമന്തേനെ പെട്ടെന്ന് ആർത്തരെടുത്തുകൊണ്ട് അവിടുന്ന് ഓടുന്നുണ്ട്. ആർത്തറിന് മനസ്സിലായി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു പണിയും നടക്കത്തില്ല, എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണമെന്ന്. ആൻഡ് ഈ ടൈമിൽ എജിയോട് പറയുന്നുണ്ട്, എജി ജാസ്മിനെ കവർ ചെയ്യാൻ നോക്ക്, നമ്മൾ എത്രയും പെട്ടെന്ന് എക്സിലേക്ക് പോകണമെന്ന് പറയാൻ നേരത്ത് നേരെ തിരിഞ്ഞിട്ട് നമ്മുടെ ലൂക്കസിൻ്റെ ഒക്കെ പറയുന്നുണ്ട്, ലൂക്കസ് പെട്ടെന്ന് ഒരു സ്പെല്ല് ക്രിയേറ്റ് ചെയ്യ് എന്ന് പറഞ്ഞപ്പോഴാണ് അത് സംഭവിച്ചത്. ലൂക്കസ് ആയിട്ട് ആ ഒരു വെപ്പൺ നമ്മുടെ ആർത്തറിൻ്റെ നേരെ വെച്ചിട്ട് ആർത്തറിൻ്റെ നേരെ ഒരു അറ്റാക്ക് ചെയ്ത് നേരെ ബാക്കിലേക്ക് ഇട്ടുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ആർത്തറിനെ നമ്മുടെ ലൂക്കസ് അല്ലെങ്കിൽ ആ ഒരു ടീമിനെ തന്നെ ലൂക്കസ് ബിട്രേ ചെയ്ത് കളഞ്ഞു. ഗൈസ് എനിക്കറിയാം മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, പക്ഷേ ഇനി എന്തായാലും നമ്മൾ ഇത് വിട്ടുകളയാൻ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ എന്തായാലും ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. കുറച്ചധികം തിരക്കുകളൊക്കെ വന്നുകൊണ്ട് എനിക്ക് പ്രധാനപ്പെട്ട 2-3 എപ്പിസോഡ് മാത്രമേ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. എന്നാലും ഇനി അങ്ങോട്ട് നമ്മൾ TBATE ഉറപ്പായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. പിന്നെ നാളെ നമ്മുടെ ഗാച്ചിയെക്കൂട്ടായിരിക്കും. മറ്റന്നാൾ നമ്മൾ വീണ്ടും TBATEയുടെ അടുത്തൊരു എപ്പിസോഡായിട്ട് ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. സോ മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.